ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല. അമ്മേ, ഇപ്പോഴത്തെ കാലത്ത് ആരെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കള്ളന്മാരും കൊലപാതകങ്ങളും ഒക്കെ പല വേഷത്തിലും കയറി വരും. ആ കുട്ടിയുടെ പേരെന്താന്ന് അയാൾ പറഞ്ഞത്? ഇന്ദു. അളിയാ, അടിതാ ബെൻസ് പിടിച്ചു പറഞ്ഞു. വാടാ വാടാ വാടാ. ഇപ്പൊ നിനക്ക് സമാധാനായല്ലേ? വാ വാ വാ, പോവാം പോവാം. പോവാൻ പറ്റട്ടെ, നമുക്ക് വീട്ടിലൊന്ന് കയറി നോക്കാം. വീട്ടിനകത്ത് കയറാനാ? അവസാനം വീട് കയറി പീഡിപ്പിച്ചൊന്നായിരിക്കും കേസ് വരണത്. നാട്ടുകാരുടെ തല്ല് മാത്രമായിരിക്കില്ല, പോലീസിന്റെ വക സദ്യയും വീഞ്ഞ സൽക്കാരവും ഉണ്ടാവും. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വീടിനകത്ത് കയറിയേ പറ്റൂ. നന്നായിരിക്കും. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഈ വക്കീലിന്റെ കൂടെ തന്നെ അർച്ചനയുള്ളത്. ഒരു കാര്യം ചെയ്യാം, നേരെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് എന്റെ ഭാര്യ അർച്ചനയോട് ഉണ്ടോ എന്ന് ചോദിക്കാം. അതോടുകൂടി നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവും. നീ വരുന്നില്ലേ? വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. നീ ഒറ്റയ്ക്ക് പോവാനാ? അവിടെ ചെന്ന് നീ എന്തോന്ന് അന്വേഷിക്കും? ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടിയില്ലേ? എന്റെ ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ പഴയ പരിപാടിയാ. ഐഡിയ നിന്റതും തല്ലെനിക്കും. ആട്ടെ, എന്താ നിന്റെ ഐഡിയ? ആരാ? ആ അല്ല, അത് പിന്നെ ഈ ബുക്ക് വാങ്ങാൻ. ബുക്ക് വാങ്ങാനോ? മനസ്സിലായില്ല. അത് പിന്നെ അമ്മച്ചി, ഇവൻ ബിജുക്കുട്ടായി, ഞാൻ സച്ചി. അല്ല അല്ല, സോറി, എന്റെ പേര് ബിജുക്കുട്ടാൻ, ഇത് സച്ചി. യവന്റെ മോളുടെ കൂടെയാ ഇവിടത്തെ മോള് സ്കൂളിൽ പഠിക്കുന്നത്. ഗൗരിമോളുടെ കൂടെ പഠിക്കുന്ന ഇന്ദുവിന്റെ അച്ഛനാ ഞാൻ. ഓ, അത് ശരി. എന്തിനാ വന്നത്? ആ അത് പിന്നെ എന്റെ മോളുടെ ഒരു ബുക്ക് ഇവിടുത്തെ ഗൗരിമോളുടെ കയ്യിലായിപ്പോയി. സ്കൂളിൽ ചെന്നപ്പോഴാ മോളത് ഓർത്തത്. ഞാനിപ്പോ മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴിയാ. ഇന്ന് സ്കൂളിൽ കാണിക്കേണ്ട ഹോംവർക്ക് അതിലുണ്ട്. മോള് വിഷമിക്കുന്നുണ്ടപ്പോ ബുക്ക് ഞാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഓ, അത്രയുള്ള കാര്യം. ആ വരൂ, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കും. ഇന്ദുവിന്റെ കാര്യമൊക്കെ എന്റെ ഗൗരിമോള് വന്ന് പറയാറുണ്ട്. അവര് ഭയങ്കര ഫ്രണ്ട്സാ. അപ്പം കൊച്ചുങ്ങളുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ലിയിട്ടു എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ അതോ കാപ്പിയോ? ഒന്നും വേണ്ട. നശിപ്പിച്ച് ഒരു ചായ കുടിച്ചിട്ടാണെങ്കിൽ തല്ല് മേടിക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു. അല്ല, ആ ബുക്ക് കിട്ടിയിരുന്നെങ്കിൽ പെട്ടെന്ന് പോവായിരുന്നു. അതിനെന്താ? മോളെ സമൃദ്ധേ, സമൃദ്ധേ. സമൃദ്ധയോ? അർച്ചനയല്ലേ? നിന്റെ ഭാര്യയുടെ പേര് സമൃദ്ധ എന്നല്ലല്ലേ, അർച്ചന എന്നല്ലേ? ഒന്നും മിണ്ടാതിരിക്കേ. ഇതല്ലല്ലോ. ആരാമേ? മോളെ, ഇത് നമ്മളുടെ ഗൗരിമോളുടെ കൂടെ പഠിക്കുന്ന ഇന്ദുവിന്റെ അച്ഛനാ. ആ, ഓക്കെ. ഇന്ദുവിന്റെ ഏതോ ബുക്ക് മോളുടെ കയ്യിലുണ്ടെന്നാ പറയുന്നത്. ആ, ഒന്ന് നോക്കിയെടുത്ത് കൊടുക്ക.
ശരി, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ആ. ആ, ഏത് ബുക്കാന്ന് വല്ലതും പറഞ്ഞോ? ആ, ഇല്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. ഓ ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഗൗരിമോളുടെ കൂട്ടുകാരിയുടെ അച്ഛൻ ഇവിടം വരെ വന്നിട്ട് ഒരു ചായ കുടിക്കാതെ പോകുന്നത് ശരിയല്ല. ബുക്ക് നോക്കി എടുക്കുമ്പോഴത്തേക്കും ഞാനൊരു ചായ എടുക്കാം. നിങ്ങൾ ഇരിക്കേ. ഉം. സമൃദ്ധേ, ആ ഗൗരിമോള് സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും ബുക്ക് വല്ലതും കൊണ്ടുവന്നായിരുന്നോ? ഇല്ല, എന്താ ചോദിച്ചേ? ആ ബുക്ക് അന്വേഷിച്ച് രണ്ടുപേര് വന്നിരിക്കുന്നു. ഒരാള് ഗൗരിമോളുടെ ഫ്രണ്ടിന്റെ അച്ഛനാന്നാ പറഞ്ഞത്. ആണോ? അങ്ങനെ ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവളിത് എന്നോട് പറയേണ്ടതാണല്ലോ. ചിലപ്പോ പറയാൻ മറന്നുപോയതാണെങ്കിലോ? ഞാനൊന്ന് നോക്കട്ടെ. ഇതെല്ലാം ഗൗരിമോളുടെ ബുക്കുകളാ, അല്ലാതെ വേറെ ആരുടെയും ബുക്ക് ഇവിടെ ഇല്ല. ചിലപ്പോ മോളുടെ ബാഗിൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഗൗരിമോള് വന്നാലേ അറിയാൻ പറ്റൂ. എന്നാ സമൃദ്ധ തന്നെ ചെന്ന് അവരോട് ആ കാര്യം ഒന്ന് പറഞ്ഞേക്ക്. ആ, ഞാൻ പറയാം. എവിടെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അമ്മ അവരോട് സംസാരിച്ചില്ലേ? പിന്നെ സംസാരിക്കാതെ ഗൗരിമോളുടെ ക്ലാസ്സിലെ ഏതൊരു കുട്ടിയുടെ അച്ഛനാണെന്നാ പറഞ്ഞത്. ഇന്ദുന്നോ മറ്റോ പേര് പറഞ്ഞത്. ആ കുട്ടിയുടെ ബുക്ക് വേണമെന്ന് പറഞ്ഞു വന്നിട്ട് പിന്നെ അവരെന്താ പെട്ടെന്ന് സ്ഥലം വിട്ട് കളഞ്ഞത്? അതാ ഞാനും ആലോചിക്കുന്നത്. ശരിക്കും അവരെന്തിനാ വന്നേ? ബുക്ക് വാങ്ങാനല്ലേ? എന്തെങ്കിലും ഉടായ്പ കൊണ്ട് വന്നതായിരിക്കും. കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല. അമ്മേ, ഇപ്പോഴത്തെ കാലത്ത് ആരെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കള്ളന്മാരും കൊലപാതകങ്ങളും ഒക്കെ പല വേഷത്തിലും കയറി വരും. ആ കുട്ടിയുടെ പേരെന്താന്ന് അയാൾ പറഞ്ഞത്? ഇന്ദു.